നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഉത്തര കർണാടകയിലെ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ടിട്ട് ഇന്ന് 8 ദിവസം പിന്നിടുന്നു. ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഗംഗാവാലി പുഴയിലുണ്ടോ അതോ ദേശീയപാതയിൽ തന്നെ ഉണ്ടോ എന്നൊന്നും വ്യക്തമായ വിവരം നൽകാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല. ഇത് വളരെ ഭീതിതമായ അവസ്ഥയാണ്. ഒടുവിൽ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ വീട്ടുകാർ തന്നെ പറയുന്നു, അദ്ദേഹത്തെ ഇനി ജീവനോടെ കിട്ടുമെന്ന് തോന്നുന്നില്ല, ആ പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായെന്ന്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു തീരാ വേദനയാണ് ആ കുടുംബത്തിലുള്ളത്. അർജുൻ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. ഇതൊക്കെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ഒരു ലോറിയുമായി പോയതാണ് ആ യുവാവ്. ആ ബെൻസ് ലോറിയാണ്. അതിനകത്ത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമൊക്കെ അപകടങ്ങളിൽപ്പെട്ടാൽ അവിടെ ആ സുരക്ഷാ സംവിധാനം വെച്ച് ജീവൻ രക്ഷിക്കാനൊക്കെ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഭീകരമായ മണ്ണിടിച്ചിലിലും ചെളിവെള്ളപ്പാച്ചിലിലും ഈ ലോറി എത്രയോ കണ്ട് ഒഴുകിപ്പോയിരിക്കാം, അല്ലെങ്കിൽ എത്രയടി താഴ്ചയിൽ മണ്ണിനടിയിലായിരിക്കാം എന്നൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. പ്രകൃതി ദുരന്തത്തിൻ്റെ തീഷ്ണത നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ സൈന്യമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള 150ഓളം വരുന്ന രക്ഷാപ്രവർത്തകരെ കർണാടക പോലീസ് ഓടിച്ചു വിട്ടു. നിർണായകമായ സൂചനകളും നിർണായകമായ രക്ഷാപ്രവർത്തനങ്ങളും രക്ഷാവിവരങ്ങളും നൽകിയിരുന്ന ചെറുപ്പക്കാരനെ, ഇസ്രായേൽ എന്ന ചെറുപ്പക്കാരനെയൊക്കെ മർദ്ദിച്ചാണ് പായിച്ചു വിട്ടത് അവിടെ. അപ്പോൾ കർണാടകയ്ക്ക് എന്തോ ഒരു താല്പര്യമുണ്ട്. കേരളം മേൽക്കൈ എടുക്കാൻ പാടില്ലെന്നോ കേരളത്തിന്റെ ഇടപെടൽ പാടില്ലെന്നോ എന്നൊക്കെ ഒരു താല്പര്യമുണ്ടാകാം. ഇപ്പോൾ പറയുന്നു പുഴയിലാണ് ഈ ലോറിയുടെ സിഗ്നലുകൾ കണ്ടിട്ടുണ്ട്, പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ് എന്നൊക്കെ. ആ അർജുനൻ എന്ന ചെറുപ്പക്കാരനെ ജീവനോടെ ലഭിക്കുക എന്നതാണ് നമ്മുടെ ആഗ്രഹം, മലയാളത്തിന്റെ ആഗ്രഹം, കേരളത്തിന്റെ ആഗ്രഹം, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ആഗ്രഹം. നമുക്ക് എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. അങ്ങ് ഗാസയിലാണെങ്കിലും അങ്ങ് അമേരിക്കയിലാണെങ്കിലും ഉത്തര കൊറിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് യുദ്ധമാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും ഏതു ജീവനും പൊലിയുമ്പോഴും നമ്മുടെ മലയാളികളുടെ ഹൃദയം നുറുങ്ങുകയും നമ്മുടെ കണ്ണുകൾ നിറയുകയും കണ്ണീർ പൊടിയുകയും ചെയ്യും. അപ്പോൾ അർജുനു വേണ്ടി നമ്മളൊക്കെയും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അർജുനനെ കാത്തിരിക്കുന്നവരുടെ കണ്ണീരിനൊപ്പം നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പാളിച്ച സംഭവിച്ചത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇനി ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് എന്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ അടിസ്ഥാന സംഭവങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ മുരളി തുമ്മാരക്കുടിയെ പോലുള്ള വിദഗ്ധരായ ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ വേഗം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കണം. അല്ലാതെ 1, 2, 3, 4 എന്ന തരത്തിലല്ല. സിൽഗുരി നമുക്കറിയാം, ആ തുരങ്കത്തിനകത്തുണ്ടായ അപകട സമയത്ത് അത്രയും ആളുകളെ സുരക്ഷിതരായി നമുക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ വളരെ വേഗം തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് അവിടെ റാറ്റ് ഹോൾ മൈനേഴ്സ് എന്ന് പറയുന്ന, അതായത് എലി തുരന്നു പോകുന്നത് പോലെ തുരന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് മറ്റ് മൈനേഴ്സിനെ, അതായത് തുരങ്കത്തിനകത്തുണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ദുരന്ത നിവാരണ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യം വേറെയാണ്. മണ്ണിടിച്ചിലാണ്, ചെളിവെള്ളപ്പാച്ചിലുണ്ട്, തൊട്ടടുത്ത ആഴത്തിലുള്ള പുഴയുണ്ട്. ഈ പുഴയിലാണോ ഈ ലോറിയും അർജുനും ഉള്ളത് എന്നറിയില്ല. ആഴത്തിലുള്ള മണ്ണിനടിയിലാണോ ഉള്ളതെന്നറിയില്ല. മണ്ണിനടിയിലാണെങ്കിലോ വലിയ വലിയ പാറകളാണ് മലയിൽ നിന്ന് ഇടിഞ്ഞു വന്നത് എന്നറിയില്ല. ഇപ്പോൾ സിഗ്നലുകൾ ലഭിക്കുമ്പോൾ ചിലയിടത്തേക്ക് എത്തുമ്പോഴേക്കും പിന്നെ അത് കട്ടായി പോകുന്നുണ്ട്. കാരണം പാറയിൽ തട്ടി പാറ പൊട്ടിച്ചാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. പാറ പൊട്ടിക്കുക എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നമെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത്. ഇതൊരു തീക്ഷ്ണമായ സംഭവമാണ്. ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കടമ്പയാണ്. ഈ കടമ്പ മറികടക്കാൻ അവർക്ക് കഴിയട്ടെ. മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ നേരത്തെ തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള, ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അർജുനനെ നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് 8 ദിവസം
പിന്നിടുമ്പോഴും യാതൊരു വിവരവും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അതീവ ദുഃഖകരം തന്നെയാണ്. അതീവ ദുഃഖകരം എന്നാൽ വളരെ വേദനാജനകമാണ്. ഇപ്പോഴും അറിയില്ല എവിടെയാണെന്ന്, ആ നദിയിലാണോ ചെളിക്കുള്ളിലാണോ എന്ന് അറിയില്ല എന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എത്രയും വേഗം അർജുനനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ എല്ലാ ആളുകളിലുമുണ്ട്. ആ പ്രതീക്ഷ തന്നെ പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ പ്രതീക്ഷ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്.